സുഖല്ലേ? ടുഡേ സ്പെഷ്യൽ എന്താണെന്നറിയോ? ഗുരുവായൂരിലെ അടയാണ്. ഗുരുവായൂരിലെ അട നമുക്ക് എല്ലാവർക്കും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണനെ വെച്ചിട്ടുള്ള അട. കൃഷ്ണനെ വെച്ചിട്ടുള്ള അടയാണ്. ഇത് കണ്ടില്ലേ? ഭയങ്കര മധുരം ഉണ്ടായിരിക്കും. തേൻ മാരി ഉണ്ട് കേട്ടോ അട. കൃഷ്ണൻ്റെ അടയാണിത്. കഴിച്ചിട്ടുണ്ട് എല്ലാവരും? ഇന്ന് ഗുരുവായൂർ നേദിച്ച കൃഷ്ണൻ്റെ അട രാത്രിയാകുമ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഒരു ജോലി ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ അവർ പിന്നെ എന്നോട് വിളിച്ച് ചോദിച്ചു, കൃഷ്ണൻ്റെ അട ഉണ്ട് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് പോയി മേടിച്ചിട്ട് വന്നു. നോക്കിയപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ്, ഒരിക്കലാണ് കഴിക്കാൻ പാടില്ല. പക്ഷെ അറിയാതെ ഒരു ചെറിയ കഷ്ണം കഴിച്ചു പോയി. പിന്നെ ഞാൻ വെച്ച് അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് നാളെ കഴിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് കാണാൻ നോക്ക്. കൃഷ്ണനെ നേദിച്ച അടയാണ്. ഇത് കഴിക്കാനൊക്കെ ഒരു ഭാഗ്യം വേണം നമുക്ക്. ഞാൻ എത്രയോ പ്രാവശ്യം വിചാരിക്കും അട കഴിക്കണം. നോക്കി അട കഴിച്ചതും അപ്പം കിട്ടില്ല. നമ്മളിന്ന് കാലത്ത് കഴിച്ചാൽ രാത്രിയാണ് അട കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ കാലത്ത് കഴിച്ചിട്ട് പിന്നെ രാത്രി തിരിച്ചു പോകേണ്ട ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഒരു ജോലി ചെയ്യുന്നുണ്ട്, ദേവസ്ഥയിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ അവൻ വിളിച്ചു, എനിക്ക് പറഞ്ഞു, ചേച്ചി അട കൊടുത്തിട്ടുണ്ട് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി മേടിച്ചിട്ട് വന്നു. അപ്പോഴെല്ലാം അറിയണം ഇത്രയ്ക്കും തേൻ മാതിരി ഉണ്ടാവും കൃഷ്ണൻ്റെ അട. എന്നിട്ട് ഒരു മധുര കാണുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ ഉണ്ട് നോക്ക്. കൃഷ്ണൻ്റെ അട കണ്ടില്ലേ? വാഴയിൽ അട ചെയ്തിട്ട് നല്ല അട കേട്ടോ. നല്ല അട എന്ന് പറഞ്ഞാൽ ഒരിക്കലും കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കഴിച്ചിട്ടില്ല. വീട്ടിലൊക്കെ അട ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര മധുരമൊന്നും നമ്മൾ ഇടാറില്ലല്ലോ. അപ്പോൾ ഇത് കൃഷ്ണൻ്റെ അടയാണ്. കഴിക്കുക എല്ലാവർക്കും. ഗുരുവായൂർ പോയി അട കഴിക്കാം. എത്ര രൂപയൊന്നും ഇല്ലാന്നറിയില്ല. ഗുരുവായൂരോ വഴിപാടായിട്ട് നമുക്ക് ചെയ്യാം. അട കഴിച്ച് അട ഉണ്ണിയപ്പം ഉണ്ട്, അട ഉണ്ട്. കൃഷ്ണൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ. വെണ്ണ ഉണ്ട്, പഞ്ചസാര, വെണ്ണ, പഴം, ഇതൊക്കെ കഴിക്കാം നമുക്ക് പോകുമ്പോൾ. ഗുരുവായൂരപ്പനെ നമ്മൾ എന്താ കഴിക്കണമെന്ന് നോക്കിയിരിക്കും ഇത്ര. കൃഷ്ണൻ അങ്ങനത്തെ സ്വഭാവത്ര. കൃഷ്ണനെ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഭക്തൻ വരുമ്പോൾ കയ്യിലേക്ക് നോക്കുത്ര എന്താ കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. പക്ഷേ കൃഷ്ണനെ അത് കൊണ്ടുവന്നോട് അവിടെ വെച്ചാൽ മതി. പിന്നെ അത് ആരെടുത്താലും കൃഷ്ണന് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ അവിടെ കൊടുന്ന് വെക്കുന്നത്. നമ്മൾ പഴങ്ങളൊക്കെ ആരെടുക്കുന്നത്? നമ്മളൊക്കെ എടുക്കണം. നമ്മളെ മാതിരി എത്രയോ പേര് എടുക്കണം. ഞാനവിടെ പോകുമ്പോഴേക്ക് താമരപ്പൂ എടുത്തിട്ട് വരാറുണ്ട്. അവരെടുത്തിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാം, താമരപ്പൂ. അന്ന് ഞാൻ നിർമ്മാല്യം തൊഴാൻ പോയി. ഇവിടെ കാരയ്ക്ക മുട്ടായില്ലേ, പഴയ കാലത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ഉണ്ടോയെന്ന് പോലും അറിയില്ല. കാരയ്ക്ക മുട്ടായി ആരെ കൃഷ്ണന് വെച്ചേക്കണം. അങ്ങനെ എടുത്തിട്ട് പോലീസുകാർ എടുത്തിട്ട് കളയണം. ഞാൻ പറഞ്ഞു യുക്കിതെന്നോ പറഞ്ഞു മേടിച്ചു കൃഷ്ണനെ വെച്ചിട്ടുള്ളത്. അവരങ്ങനെയാണ്, ആൾക്കാർ ഭക്തരെ കൊടുന്ന് വെക്കുക. അത് അവരുടെ ചുമതല എന്താണ്? കൃഷ്ണന് വഴിപാട് ചെയ്യാമെന്ന് മാത്രമാണ്. പിന്നെ അത് ആരും എടുക്കുന്നു എന്നും കൃഷ്ണന് കുഴപ്പമില്ല. കൃഷ്ണൻ ആഗ്രഹിക്കുന്നത് നമ്മളൊരു ഭക്തർ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന്. അത് ഒരു പൂവായാലും മതി, കൃഷ്ണൻ സന്തോഷത്തോടെ സ്വീകരിക്കും. പിന്നെ അതിൻ്റെ ശേഷം അതാരും എടുക്കണമെന്ന് കൃഷ്ണൻ നോക്കാറേയില്ല. അതാണ് കണ്ണൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഗുരുവായൂർ വരാൻ